ഇന്ന് ഈ ടാറോട്ട് റീഡിങ്ങിൽ നമുക്ക് നിങ്ങളുടെ സാമ്പത്തികത്തെ പറ്റി ചോദിക്കാം. നിങ്ങളുടെ ഫൈനാൻസ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു, നിങ്ങൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു വെറൈറ്റി റീഡിങ് ആയിക്കോട്ടെ. 6 കാർഡ്സ് വെച്ച് നോക്കാം. ആറ് കാർഡ്സ് സ്പ്രെഡ് വന്നു. ഇതാണ് ഇന്ന് വന്ന സ്പ്രെഡ്. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യാം. ഇതിൽ മജീഷ്യൻ മാത്രം മെജർ ആർക്കനയിൽ വന്നിട്ട് ബാക്കിയെല്ലാം കാർഡ്സ് മൈനർ ആർക്കനയിൽ വന്നിട്ട് പേജിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് കുറെ നമ്മളുടെ ഇനിയും വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു വെക്കുന്ന ഒരു എനർജിയുള്ള കാർഡാണ് ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ, കൊച്ചുമക്കൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സമ്പാദിച്ചു വെച്ച ഒരു എനർജിയാണ് ഈ കാർഡിലൂടെ നമുക്ക് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ നല്ല ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലായിരിക്കും ജീവിക്കുന്നത്. അവരുടെ മുൻ തലമുറക്കാരൊക്കെ നല്ലവണ്ണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു എനർജിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അവർക്ക് സാമ്പത്തികം എന്നതൊരു വിഷയമേ അല്ല. അപ്പോൾ നേരത്തെ പോയ പൂർവികരൊക്കെ ഒത്തിരിയധികം സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് പ്രത്യേക ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമ്പാദ്യങ്ങൾ തന്നെ മതി ഇവർക്ക് ജീവിക്കാൻ. അപ്പം അതൊക്കെ ഇങ്ങനെ പിൻതലമുറയിലേക്ക്, പിന്നെ വന്ന തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വന്നതായാലും ഇവർക്ക് ക്വീൻ ഓഫ് പെന്റക്കിളിന്റെ ഒരു എനർജിയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ജോലിയും ചെയ്തില്ലേലും അവർക്ക് കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഫൈനാൻസ് ഒക്കെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ചിലവരുടെ കേസിൽ ചിലവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് ഒത്തിരി പ്രോബ്ലം ഉള്ളവരൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു പൈസ കിട്ടണേ, എനിക്ക് 3 ലക്ഷം രൂപ കിട്ടണേ, അത്ര രൂപ കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മാനിഫെസ്റ്റേഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരും ഉണ്ടെന്നാണ് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്. നമ്മളുടെ ഈ മജിഷ്യന്റെ എനർജി മാതിരി പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരു എനർജിയാണ്. നമ്മൾ ആ എനർജിയുമായിട്ട് മാറ്റാമെങ്കിൽ മാത്രമേ നമ്മിലേക്ക് ഇതൊക്കെ വന്നെടുക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമ്മിലേക്ക് വന്നെടുപ്പിക്കുന്ന ഒരു എനർജിയാണ് ദ മജീഷ്യൻ എന്ന് കാണുന്നത്. അപ്പൊ ഉള്ളതിനെയൊക്കെ നമ്മളിലേക്ക് വന്നെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും പിന്നെ എഴുതുകയും പിന്നെ ഹോപ്പനപ്പോനെ ചൊല്ലുകയും മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ദ മജീഷ്യൻ എന്ന കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മൂന്നാമത്തെ എനർജി 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇത് ഒരു എന്തിനു വേണ്ടി കാത്തിരിക്കുന്ന, മേ ബി ഫൈനാൻസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജി ആണ് ഇത്. എന്ന് പറഞ്ഞാൽ ആ കയ്യിലുള്ള ഒരു സാധനം അത് കൊടുത്തിട്ട് വേണം നമുക്ക് പണം ഇങ്ങോട്ട് വരാന്. അപ്പം ആ വെയിറ്റിംഗ് എനർജിയാണ് അത് കാണിക്കുന്നത്. അപ്പം ആ കയ്യിലുള്ള ആ വസ്തുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇപ്പോഴും. പക്ഷെ ആ വ്യക്തി വന്നെങ്കിൽ മാത്രമേ നമ്മളിൽ ഫൈനാൻസ് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമുക്ക് പണം അങ്ങനെ അധികരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരാൻ ചാൻസ് ഇല്ല എന്നാണ് മൂന്നാമത്തെ കാർഡ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടപ്പെട്ടിട്ടുണ്ടായാലും ഏത് ചെയ്തിട്ടുണ്ടായാലും നമുക്ക് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കയ്യിലുള്ള ആ വസ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മണി കിട്ടുന്നതാണ്. പക്ഷെ അത് വരാൻ ആൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇത് കാണിക്കുന്നത്. മൂന്നാമത്തേത് 9 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. 9 ഓഫ് സോർഡ്സിന്റെ എനർജി എന്ന് പറഞ്ഞാൽ പണമില്ലാതെ ഒത്തിരി മനുഷ്യർ വിഷമിക്കുന്നുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ആ ഒരു പ്രോബ്ലംസ് ഓർത്ത് രാത്രി മുഴുവൻ എഴുന്നേറ്റ് കരയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരിയും പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ എന്തെന്നറിയാതെ ഒരു ജീവിതത്തിൽ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഒന്നും ഉറക്കമില്ലാത്ത രാത്രികളായി എഴുന്നേറ്റ് കരയുന്ന ആൾക്കാരുടെ എനർജിയാണ്. ഒത്തിരി പേര് പൈസയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കാർഡ് മാച്ചാകും.
അഞ്ചാമത്തെ കാർഡ് പേജ് ഓഫ് പെന്റിക്കിൾസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ പോകുന്നു. ആരെങ്കിലും പൈസ വാങ്ങിക്കൊണ്ടോ വല്ല പോയതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പൈസ തരാൻ അവർ വരുന്നതായിട്ടോ അല്ലെ മണി റെഡി ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആക്കാമെന്ന് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാമെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതൊരു കമ്മ്യൂണിക്കേഷൻ കാർഡ്, പേജ് ഓഫ് പെന്റക്കിള്. അപ്പം ആ പൈസയുടെ നിങ്ങൾ അത് നോക്കിയിരിക്കുകയാണ്, നിങ്ങൾക്കത് കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ എന്തൊക്കെയോ ഒരു ബ്ലോക്കേജ് കൊണ്ട് ആ പൈസ വരുന്നില്ല. പക്ഷെ ആ പൈസയുടെ പേരിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുമെന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് കിങ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഇത് കിങ് എന്ന് പറഞ്ഞ സർവ്വ അധികാരങ്ങളും ഉള്ളവനാണ്. അപ്പം ഒന്നിനും ഒരു ദാരിദ്ര്യമല്ല. പക്ഷെ അതൊരു അനുകൂല സാഹചര്യങ്ങളിലല്ല ആ കിങ് സോഡുമായിട്ട് ഇരിക്കുന്നത്. അപ്പം ആ വാളൊക്കെ ഇങ്ങനെ പിടിച്ചേക്കുന്നത് കണ്ടറിയാം, വന്നാൽ തല വെട്ടാം എന്നൊരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ കിങ്ങിന് ആരൊക്കെയോ പണം കൊടുക്കാനുണ്ട്, എന്തെങ്കിലും നികുതി പണമായിട്ടോ എന്തെങ്കിലുമായിട്ടോ. ആ പൈസ ഒക്കെ വരാനുണ്ട്. അവൻ കൊണ്ടുവന്നില്ലെങ്കിൽ ആ തല കൊയ്യാമെന്നുള്ള ഉശിരോടെയാണ് അഗ്നിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറേയധികം പേർക്ക് കടം കൊടുത്ത ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരും അങ്ങോട്ട് നികുതിയായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ. അപ്പൊ ഇങ്ങനെ അത് അധികാരപ്പെട്ടതാണ്, കുറേയധികം കടക്കാരുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ കുറേയധികം പേര് പൈസ കൊടുക്കാനുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡിൽ നമുക്ക് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പണം കിട്ടിയിട്ട് വേണം പല കാര്യങ്ങളും സാധിക്കാൻ. പക്ഷെ ഈ പണം ഒന്നും വരുന്നില്ല. അപ്പം സ്വതവേ പണം കിട്ടാതിരിക്കുന്ന കോപം മനുഷ്യന് വരുമെന്നുള്ളത് ഒരു സായിയായ കാര്യമാണ്. അപ്പം ഇനി വരട്ടെ, പൈസ തരാതിരിക്കുന്നവർ ഇനി വരട്ടെ, എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നൊരു എനർജിയോട് ഇരിക്കുന്നതാണ് കിങ് ഓഫ് സോർഡ്സിന്റെ എനർജി കാണിച്ചു തരുന്നത്. അപ്പം ഈ ഒത്തിരി അധികം പേര്, നമ്മൾ വിചാരിക്കുന്നതിലധികം പേര് ഈ വ്യക്തിക്ക് പണം കൊടുക്കാനുണ്ട് എന്നുള്ള ഇതിലാണ്. അപ്പൊ കയ്യിൽ പണമില്ലാതെ ആ വ്യക്തിക്ക് ദേഷ്യം വരണമെങ്കിൽ അത്രയധികം പേര് അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ടാകണം എന്ന് വേണം കരുതാൻ. അപ്പം ഓൾ ഓവർ ആയിട്ട് പൈസയുടെ കാര്യം, സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഇങ്ങനൊരു എനർജിയാണ് നമുക്ക് വന്നത്. ഈ എനർജി ലെവലുമായിട്ട് കുറച്ചു പേർക്കൊക്കെ മാച്ച് ആവത്തുള്ളൂ, ചിലവർക്ക് മാച്ച് ആവത്തില്ല. റെസിനേറ്റ് ആയ റീഡിങ് കണ്ടു നോക്കുക. റെസിനേറ്റ് ആയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് ലൈക്ക് എങ്കിലും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.